ആചാര്യന്മാർ പറയുന്നു, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു, നമ്മൾ ആധ്യാത്മികമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കെട്ട് അഴിച്ചേ പറ്റൂ. ഈ കെട്ടഴിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കെട്ടിക്കൊണ്ട് നമ്മൾ എത്ര ജപിച്ചിട്ടും സത്സംഗം കേട്ടിട്ടും സേവനം ചെയ്തിട്ടും കാര്യമില്ല. ഈ കെട്ടെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ. എന്നിട്ട് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളെ വിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അന്നേരം പുറമേ ഉപേക്ഷിക്കുന്നതിലല്ല കാര്യം. പുറമേ നമുക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ പോയി ഇരിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വള്ളം ഇവിടെ തന്നെ കിടക്കും. ഈ സംസാര സാഗരം മറികടക്കാൻ നമുക്ക് കഴിയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അന്നേരം സാക്ഷാൽ ബ്രഹ്മദേവന്റെ സൃഷ്ടി മൊത്തത്തിൽ വെള്ളത്തിലാകും. അന്നേരം നമ്മുടെ താൽക്കാലിക ജീവിതം വളരെ നിസ്സാരമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മളെല്ലാവരും ഇതൊരു ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കേൾക്കുന്നത്. സൃഷ്ടി എങ്ങനെ നടന്നത്? ഭഗവാന്റെ നാവിൽ നിന്ന് പത്മം വന്നു, ബ്രഹ്മദേവൻ വന്നു, 14 ലോകങ്ങൾ, അത്രയേ ഉള്ളൂ. എല്ലാ ദേവന്മാരെയും സൃഷ്ടിച്ചു. ഉപരിലോകങ്ങൾ, മുകളിൽ നിന്ന് 7ാമത്തെ ലോകം നമ്മുടെ ഭൂലോകം, താഴോട്ട് പാതാള ലോകങ്ങളെല്ലാം മറ്റ് ദേവന്മാരും എല്ലാവരും വന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതമായിട്ട് അതിന് എന്താണ് ബന്ധം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു 14 ലോകങ്ങളും വെള്ളത്തിലാവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ഇത്രയും വളരെ സീരിയസ് ആയിട്ട്, ആകാംക്ഷയോടുകൂടി, എക്സൈറ്റഡ് ആയിട്ട്, വളരെ ടെൻഷൻ അടിച്ച് ഇത്രയും പ്ലാൻ ചെയ്യുന്ന എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ജപവും തപവും എല്ലാം കൊടുക്കാനും തയ്യാറാണ്. നമ്മുടെ താൽക്കാലിക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനു വേണ്ടി ഇത്രയും ജപിക്കുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാണോ അത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ എല്ലാം വീഴാൻ പോവുകയാണ്. 14 ലോകങ്ങളും വീഴും. പിന്നെ നമ്മുടെ ക്ഷണികമായിട്ടുള്ള ഈ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ചിന്തിക്കാത്തടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ കാണും. പേടിക്കണ്ട, ആരും ടെൻഷൻ അടിക്കണ്ട, നമ്മളെങ്ങും പോകത്തില്ല, ഇവിടെ തന്നെ കാണും. നമ്മുടെ വള്ളം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയല്ലേ. കെട്ടഴിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? നമ്മുടെ തന്നെയാണ്.